നമുക്ക് ജാനുവരി 4-ലെ കറന്റ് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ശരി, അപ്പോൾ തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 2026 ജാനുവരി 4-ാം തീയതി ആചരിക്കുന്ന പ്രധാന ദിനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: ലോക ബ്രെയിൽ ദിനം, മ്യാൻമർ സ്വാതന്ത്ര്യദിനം, പിന്നെ ലോക ഹിപ്നോട്ടിസം ദിനം. ഇതിനെപ്പറ്റി കുറച്ചുകൂടി പറയാം. അന്ധരായ ആളുകൾക്ക് വായിക്കാനും എഴുതാനും സഹായിക്കുന്ന ബ്രെയിൽ ലിപിയില്ലേ, അത് കണ്ടുപിടിച്ച ലൂയിസ് ബ്രെയിലിന്റെ ജന്മദിനമാണ് ജനുവരി 4. അദ്ദേഹം ഒരു ഫ്രാൻസുകാരനായിരുന്നു. 1824-ലാണ് ഈ ബ്രെയിൽ ലിപി കണ്ടുപിടിച്ചത്. പിന്നെ മ്യാൻമറിന്, അതായത് പഴയ ബർമ്മയ്ക്ക്, ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് 1948 ജനുവരി 4-നാണ്. മ്യാൻമറിന്റെ തലസ്ഥാനം നെയ്പിഡോ ആണെന്നും ഓർത്തുവയ്ക്കുക. അടുത്ത ചോദ്യം. അമേരിക്കൻ സൈനിക നടപടിയിലൂടെ തടവിലാക്കപ്പെട്ട വെനസ്വേലൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം: നിക്കോളാസ് മെഡൂറോ. വെനസ്വേലയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ള രാജ്യം അതാണ് നമ്മൾ അറിയണം. വെനസ്വേലയുടെ തലസ്ഥാനം കാരക്കാസാണ്. അവിടുത്തെ കറൻസി വെനസ്വേലൻ ബൊളിവറും. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. തൊണ്ടിമുതൽ അട്ടിമറിച്ച് വിധിയിൽ കൃത്രിമം കാണിച്ചതിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷ കിട്ടിയതിനെ തുടർന്ന് MLA സ്ഥാനം നഷ്ടമായ മുൻമന്ത്രി ആരാണ്? അത് ആന്റണി രാജുവാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കാരണം കേരള ചരിത്രത്തിൽ ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാവുന്ന ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നത്. ഇതിന്റെ നിയമവശം എന്താണെന്ന് വച്ചാൽ, ജനപ്രാതിനിധ്യ നിയമം 1951 പ്രകാരം ഒരു MPയോ MLAയോ ക്രിമിനൽ കേസിൽ 2 അതിലധികമോ വർഷം തടവ് ശിക്ഷ ലഭിച്ചാൽ അപ്പോൾ തന്നെ അയോഗ്യനാകും. ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ട് 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയില്ല. നാലാമത്തെ ചോദ്യം. കേരളത്തിൽ മനുഷ്യ-വന്യമൃഗ സംഘർഷം കുറയ്ക്കാൻ വേണ്ടി സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച 2 തീവ്രയജ്ഞ മിഷനുകൾ ഏതൊക്കെയാണ്? അവ മിഷൻ മഞ്ഞക്കൊന്ന, മിഷൻ കൃഷി പുനരുജ്ജീവനം എന്നിവയാണ്. എന്താണ് ഈ മിഷനുകൾ എന്ന് നോക്കാം. മിഷൻ മഞ്ഞക്കൊന്ന ലക്ഷ്യമിടുന്നത് നമ്മുടെ വനങ്ങളുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയെ തകർക്കുന്ന ഒരു അധിനിവേശ സസ്യമായ മഞ്ഞക്കൊന്നയെ ഉന്മൂലനം ചെയ്യാനാണ്. മിഷൻ കൃഷി പുനരുജ്ജീവനമാകട്ടെ വന്യമൃഗങ്ങളെ ആകർഷിക്കാത്ത, എന്നാൽ കർഷകർക്ക് വരുമാനം നൽകുന്ന കൃഷിരീതികൾ വനാതിർത്തികളിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈയിടത്ത് മനുഷ്യ-വന്യജീവി സംഘർഷം ഒരു സംസ്ഥാന സവിശേഷ ദുരന്തമായി കേരളം പ്രഖ്യാപിച്ചിരുന്നു. ഇതോടുകൂടി വനം വകുപ്പിന് കീഴിലുള്ള ആകെ മിഷനുകളുടെ എണ്ണം 12ആയി. അഞ്ചാമത്തെ ചോദ്യം. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, അതായത് MOSP, പുറത്തിറക്കിയ പുതിയ മാസ്കോട്ടിന്റെ പേരെന്താണ്? ഉത്തരം: സാംഖികി. വികസനത്തിനായുള്ള ഡേറ്റ എന്നതാണ് ഈ പുതിയ ലോഗോയുടെ സന്ദേശം. ഇതോടൊപ്പം ഓർക്കേണ്ട 2 ദിവസങ്ങളുണ്ട്. ജൂൺ 29 ഇന്ത്യയിൽ ദേശീയ സ്ഥിതിവിവരക്കണക്കു ദിനമായി ആചരിക്കുന്നത്. ഇത് PC മഹലോനോബിസിന്റെ ജന്മദിനമാണ്. ലോക സ്ഥിതിവിവരക്കണക്കു ദിനം ഒക്ടോബർ 20-നുമാണ്. അടുത്തത് 6ാമത്തെ ചോദ്യം. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പുതിയ കണക്കുകളനുസരിച്ച് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം: എറണാകുളമാണ്. സംസ്ഥാനത്തെ മൊത്തം സ്റ്റാർട്ടപ്പുകളിൽ 33% IT മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ, അതായത് KSUMന്റെ നിലവിലെ CEO അനൂപ് അംബികയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നോൺ ഡിജിറ്റൽ ഇൻക്യുബേറ്റർ ആരംഭിച്ചതും കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ്. അവസാനത്തെ ചോദ്യം. ഡച്ച് കോളനി കാലഘട്ടത്തിലെ നിയമങ്ങളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ പീനൽ കോഡ് 2026 ജനുവരിയിൽ നടപ്പിലാക്കിയ രാജ്യമേതാണ്? അത് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യൻ പീനൽ കോഡ് അറിയപ്പെടുന്നത് KUHP എന്നാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം നുസന്താരാണെന്ന കാര്യം ഓർക്കുക. പഴയത് ജക്കാർത്തയായിരുന്നു. അവിടുത്തെ കറൻസി ഇന്തോനേഷ്യൻ റുപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ കറന്റ് അഫയേഴ്സ് ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.